ജോസ് കെ മാണി രാജ്യസഭ MP. അദ്ദേഹം എടുക്കുന്ന തീരുമാനം 5 പേർക്കും ഒരുപോലെ ബാധകമാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് ഒരു പിളർപ്പ്, ഒരിക്കൽ കൂടി ഒരു പിളർപ്പ്. മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം ഒരു ഉറപ്പ് കൊടുത്തു എന്നാണ് അനൗപചാരികമായി കേൾക്കുന്നത്. അതിലൊരു സാമുദായിക ധ്രുവീകരണം എന്ന ഒരു പഴി ഒഴിവാക്കാൻ മുസ്ലിം ലീഗിന് കിട്ടുന്ന ഒന്നാന്തരം അവസരമാണ്. സോണിയാഗാന്ധിയുടെ ഒരു വലിയ ചിന്തയുണ്ട്. സംസ്ഥാന നേതാക്കൾക്ക് കഴിയാത്തത് ഹൈക്കമാൻഡിന് പലപ്പോഴും കഴിയും. കാരണം ഹൈക്കമാൻഡ് പറയുന്നത് ഒരു കാരണവശാലും ഭരണം കൈവിട്ട് ഇവിടെ കുട്ടികളിയുമായി നടന്ന് ഭരണം ഒരിക്കൽ കൂടി കൈവിട്ട് പോയാൽ പിന്നെ കോൺഗ്രസ് ഇല്ല, UDF സംവിധാനമില്ല. CPM-ൽ നിന്നാണ് BJP-യിലേക്ക് പോകുന്നതും കോൺഗ്രസിലേക്ക് പോകുന്നതും നേതാക്കൾ. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഭരണമില്ല എന്ന് പലരും തിരിച്ചറിയുന്നു എന്നതിന്റെ ഏർലി സൂചനയാണ്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങൾ ഇതെല്ലാം ചേർന്ന് മധ്യ കേരളം UDF പിടിമുറുക്കുന്നു. വടക്കൻ കേരളത്തിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ പിന്തുണയോടുകൂടി മലബാറിൽ UDF പിടിമുറുക്കുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്കിംഗ് പോയിന്റ് പലവട്ടം പറഞ്ഞതാണ്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അധിക നാൾ LDF-നൊപ്പം നിൽക്കാൻ സാധിക്കില്ല. അവരുടെ ശരീരം മാത്രമാണ് ഇവിടെ, ആത്മാവ് UDF-നൊപ്പമാണ് എന്ന്. മാണി കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗവും ഈ തരത്തിലുള്ളൊരു ആത്മസംഘർഷം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. എന്തായാലും ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. മറ്റൊരു പ്രശ്നം കൂടി അവർ നേരിടുകയാണോ? പിളർപ്പിന്റെ പ്രശ്നം. പക്ഷേ പിളർപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്തായാലും നമുക്ക് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പലവട്ടം പറഞ്ഞതാണ്. അതെ, അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുണ്ടാകുമെന്നും? ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ഈ മധ്യ തിരുവിതാംകൂറിലെ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ആകമാനം ഒരു സാമാന്യം തലയെടുപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ഇതിനെ ഒരു ഒറ്റ പ്രസ്ഥാനമായി കാണാനാവുമോ, അതോ പലതായ നിന്നെ ഇഹ ഒന്നായി കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ അത് മിണ്ടാവതല്ല എന്നതാണ് UDF-ന്റെ ഒരു സംഘർഷം. ജൈവികമായി പറഞ്ഞാൽ കേരള കോൺഗ്രസുകൾക്ക് ഒരു UDF മൈൻഡ് സെറ്റാണ്. കോൺഗ്രസിൽ നിന്നും പിളർന്നു പോയ PT ചാക്കോയുടെ സമയത്ത്, അതിനുശേഷം പിളർന്നു പോയ KM ജോർജും ഒക്കെ ചേർന്ന് പിളർന്നു പോയ ആ ഒരു സമയം മുതൽ തന്നെ ഒരു കർഷക കുടിയേറ്റ മേഖല, കർഷക മേഖല, മധ്യ തിരുവിതാംകൂറിലെ റബ്ബർ കർഷകർ, നാളികേര കർഷകർ, നെൽകർഷകർ, അവരുടെയൊക്കെ ഒരു പാർട്ടി, ക്രൈസ്തവരുടെ, കത്തോലിക്ക സഭയ്ക്കും മറ്റ് സഭകൾക്കും ഒക്കെ ഇൻറോഡ്സ് ഏറെയുള്ള ഒരു പാർട്ടി. ആ രീതിയിലാണ് കേരള കോൺഗ്രസിനെ കാണുന്നത്. സഭയോടൊപ്പം പള്ളിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കക്ഷി. അതേസമയം അതിൽ ഒരു നായർ മുഖം ഉണ്ട്. ജയരാജ്, ഇപ്പോൾ അദ്ദേഹത്തിന് നാരായണക്കുറുപ്പ്, അതിന് മുൻപ് ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസിലൂടെ നേതൃസ്ഥാനത്തെത്തിയ ആളാണ്. അപ്പം അങ്ങനെ ഒരു പാർട്ടി സ്വാഭാവികമായി UDF-നോട് അടുപ്പമുണ്ടാകേണ്ടതാണ്. വിവിധ കാരണങ്ങളാൽ പല സമയങ്ങളിലും അത് മറിയും മറിഞ്ഞും പല ഖണ്ഡങ്ങൾ LDF-ലും UDF-ലും നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വിശാല കേരള കോൺഗ്രസ് ഐക്യത്തെക്കുറിച്ചുള്ള സംസാരമുണ്ടാകും, ഒരുമിക്കും. അങ്ങനെ പല ആവർത്തി ഒരുമിച്ചു, വീണ്ടും പിളരുന്നു, വീണ്ടും ഒരുമിക്കുന്നു. അവാന്തര വിഭാഗങ്ങൾ ഇപ്പോൾ തന്നെ പല കേരള കോൺഗ്രസുകളുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസ്, ആന്റണി രാജുവിൻ്റെ ആ കേരള കോൺഗ്രസിന് ഇനി മത്സരിക്കാൻ LDF സീറ്റ് കൊടുക്കുമോ എന്ന് തന്നെ സംശയമാണ്. അതുപോലെ ചെറിയ തോമസിൻ്റെ ഒരു കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ സ്പ്ലിൻറ്റർ ഗ്രൂപ്പുകൾ, PG ജോസഫ് നയിക്കുന്നതും ജോസ് കെ മാണി നയിക്കുന്നതുമായ 2 കേരള കോൺഗ്രസ് ആണ് പ്രമുഖം. അതോടൊപ്പം UDF-ൽ നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. അത് TM ജേക്കബ് നേതൃത്വം നൽകിയിരുന്ന, ഇപ്പോൾ അനൂപ് ജേക്കബ് പിറവം MLA നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ്. അതുപോലെ ബാലകൃഷ്ണപിള്ള നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് B ബാലകൃഷ്ണപിള്ള വിഭാഗം, ഇപ്പോൾ KB ഗണേഷ് കുമാർ. അപ്പോൾ അവാന്തര വിഭാഗങ്ങൾ പലതുമുണ്ട്. പ്രമുഖ വിഭാഗങ്ങൾ രണ്ടും 2 ചേരിയിൽ ഇപ്പോൾ നിൽക്കുന്നു. അവിടെ അടുത്ത ഭരണം ആര് എന്നതാണ് വിഷയം. അത് UDF ആയിരിക്കുമെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു ധാരണ കേരള കോൺഗ്രസിൻ്റെ അണികൾക്കുണ്ട്, ഉന്നത നേതൃത്വത്തിനുമുണ്ട്, ജോസ് കെ മാണിക്കുമുണ്ട്. നിലവിൽ അദ്ദേഹം രാജ്യസഭ MP ആണെങ്കിൽ പോലും LDF-ന്റെ കോട്ടായിൽ അദ്ദേഹത്തിന് 2030 വരെ ആ സ്ഥാനത്തിരിക്കാം. എങ്കിൽ പോലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കില്ലല്ലോ. എങ്കിൽ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് ആദ്യം സ്റ്റെപ്പ് നമ്പർ 1 UDF-ലേക്ക് ആരെങ്കിലും ഒന്ന് സ്വാഗതം ചെയ്യണം. അത് ഓൾറെഡി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. UDF-ന്റെ നേതൃത്വം പറയാതെ പറഞ്ഞു വെച്ചു. സോണിയാഗാന്ധിയുമായി നിരന്തരമായ ബന്ധമുണ്ട് ജോസ് കെ മാണിക്ക്. കാരണം കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം
തീർച്ചയായും ഡൽഹിയിലെ പ്രതിഷേധ പരിപാടികൾ രാജ്യസഭ MP ആയ ജോസ് കെ മാണിയുടെ ഉൾപ്പെടെ സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന, രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ജോസ് കെ മാണി. കേരളത്തിലെ യാഥാർത്ഥ്യമനുസരിച്ച് LDF-നോടൊപ്പം നിൽക്കുന്നു. ഇവരെല്ലാം ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇതിനുള്ളിൽ തന്നെ ഇന്ത്യ മുന്നണിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം, അതാണ് ഇൻ ദ പൈപ്പ് ലൈൻ. ഇതൊരിക്കൽ പോലും ജോസ് കെ മാണി പരസ്യമായി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് വിവാദമാകാനുള്ള കാരണം, ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് വിവാദമാകാനുള്ള ഒരു കാരണം, അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഏകമന്ത്രിയാണ്, കേരള കോൺഗ്രസിൻ്റെ ഏകമന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ പറയുന്നു, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു, തുടരും. കഴിഞ്ഞ ദിവസം രക്തസാക്ഷി തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ കേന്ദ്രവിരുദ്ധ പ്രതിജ്ഞയെല്ലാം എടുത്ത് നിൽക്കുന്ന LDF നേതാക്കളോടൊപ്പം മാണിപുത്രന്റെ രൂപം കാണാനില്ല. അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, ജോസ് കെ മാണി. പക്ഷേ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ സമുന്നത നേതാക്കളോടൊപ്പം, മന്ത്രിമാരോടൊപ്പം കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ചിത്രം. തുടരും എന്ന് പറഞ്ഞാൽ LDF ഭരണം തുടരും എന്നൊരു മന്ത്രി പറയണമല്ലോ, സ്വാഭാവികം. അതോ കേരള കോൺഗ്രസ് LDF-ൽ തുടരും, അതിനോടൊപ്പം ഒരു ഹാർട്ടിന്റെ ചിഹ്നവും കൂടിയുണ്ട്. അപ്പൊ ഹൃദയപക്ഷമാണ് ഇടതുപക്ഷം എന്ന ഒരു ചിന്ത അവിടെ വ്യാപരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന ഒരു കമന്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ. ഇതൊക്കെയാണ് സൂചനകൾ. ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇടുന്നത് സൂചനയാക്കി എടുത്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ വിശകലനത്തിന് പല രീതികളുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായി ഒഴിവാക്കാനുമാവില്ല. റാന്നി MLA പ്രമോദ് നാരായണൻ ഈ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ സ്വാഭാവികമായി പക്ഷത്ത് തന്നെയാണ്. പക്ഷേ ജോസ് കെ മാണി മനസ്സ് പൂർണ്ണമായി തുറന്നിട്ടില്ല. പക്ഷേ രണ്ടുപേർ ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്നു. ജോസ് കെ മാണി എന്ത് തീരുമാനമെടുത്താലും അതനുസരിക്കും എന്ന നിലപാടിലാണ് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും കാഞ്ഞിരപ്പള്ളി MLA പിന്നെ രണ്ടുപേരാണ്. പിന്നെ ഉള്ളത് ജയരാജ് MLA. ജയരാജ് ഒന്നും കാര്യമായി പറഞ്ഞു കാണുന്നില്ല. പൂഞ്ഞാർ MLA ആണ് മറ്റൊന്ന്. ജയരാജ് ഒന്നും പറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിനുള്ളിൽ ഒരു ആശയക്കുഴപ്പമില്ലേ? കേരള കോൺഗ്രസിന്റെ 5 സാമാജികർ 2 തട്ടിൽ നിൽക്കുന്നു എന്ന ഒരു ചിന്ത ജോസ് കെ മാണി, രാജ്യസഭ MP, അദ്ദേഹം എടുക്കുന്ന തീരുമാനം 5 പേർക്കും ഒരുപോലെ ബാധകമാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസിന് ഒരു പിളർപ്പ്, ഒരിക്കൽ കൂടി ഒരു പിളർപ്പ്, അത് മാണി ഗ്രൂപ്പിൽ ഒരു പിളർപ്പ് ആസന്നമാണോ എന്ന ചിന്ത അങ്ങനെയാണ് വരുന്നത്. ഇനി പ്രധാന ചോദ്യം, ഏറ്റവും പ്രധാന വിഷയം സീറ്റുകളാണ്, മത്സരിക്കാൻ ലഭിക്കുന്ന സീറ്റുകളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പോഴത്തെ നിലയിൽ UDF-ൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുത്ത ആശങ്കയിലാണ്. അവർ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു UDF നേതൃത്വത്തെ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഈ കപ്പലിൽ വഹിക്കാനുള്ള കേവ് ഭാരമില്ല, അല്ലെങ്കിൽ ഈ വണ്ടിയിൽ സ്ഥലമില്ല, സീറ്റില്ല. അതാണ് 10 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ ജയിച്ചത്. അത് ഒന്ന് PG ജോസഫ് ചെയർമാൻ ജയിച്ച മണ്ഡലമാണ് ഇടുക്കി ജില്ലയിലെ പിന്നെ തൊടുപുഴ മണ്ഡലത്തിലാണ്. മറ്റൊന്ന് പിന്നെ കടുത്തുരുത്തി മണ്ഡലമാണ്, മോൻസ് ജോസഫ് വിജയിച്ച മണ്ഡലമാണ്. അത് രണ്ടും കടുത്ത UDF മണ്ഡലം കൂടിയാണ്. ബാക്കി 8 സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അപ്പോൾ വിന്നബിലിറ്റി കാര്യമായി ജോസഫ് ഗ്രൂപ്പിന് ഇല്ല എന്നൊരു ചിന്ത കോൺഗ്രസിനുള്ളിലുണ്ട്. ഏതാനും സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണമെന്ന ചിന്തയിലാണ് പത്തനംതിട്ട. അത് സംബന്ധിച്ചുള്ള മെസ്സേജ് അവർ കൊടുത്തെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടോ സാർ? അതായത് കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞപ്പം മാണി വിഭാഗം വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ 6 സീറ്റേ ഉള്ളൂ, അങ്ങനെ 7 സീറ്റേ ഉള്ളൂ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും കോൺഗ്രസ്. കേരള കോൺഗ്രസുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കോട്ടയം ജില്ല ഞങ്ങളുടെ ജില്ലയാണ്, അവിടുത്തെ 1ാം നമ്പർ പാർട്ടി കേരള കോൺഗ്രസ് ആണ്. പത്തനംതിട്ട ജില്ലയിലും 1ാം നമ്പർ പാർട്ടി കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇടുക്കി ജില്ലയെക്കുറിച്ച് അത്ര വലിയ ക്ലെയിം ഇല്ല, എന്നാൽ പോലും അവിടെയൊക്കെ നിർണായക സ്വാധീനമാണ്. പക്ഷേ 1ാം നമ്പർ പാർട്ടി കോൺഗ്രസ് ആണ്, UDF-ൽ 1ാം നമ്പർ പാർട്ടി CPM ആണ്, ഇടതുപക്ഷത്തിൽ. അതിലെന്താ സംശയം? പക്ഷേ ഇടതുപക്ഷത്തിന് ജയിച്ചു വരണമെങ്കിൽ ഒരു കേരള കോൺഗ്രസ് കൂടെ ഉണ്ടാവണം, കോൺഗ്രസിന് ജയിച്ചു വരണമെങ്കിൽ ഒരു കേരള കോൺഗ്രസ് ശക്തമായി കൂടെ ഉണ്ടാകണം എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതുകൊണ്ട് റെലവൻസ് ഉണ്ട്. നിലവിൽ LDF-ൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന 12 സീറ്റുകൾ 13 അലോട്ട് ചെയ്തത് ജോസ് കെ മാണിക്ക്. പക്ഷേ 12 സീറ്റിൽ മത്സരിച്ചു, 1 CPM-ന് കൊടുത്തു. ഈ 12-ൽ 5 സീറ്റുകൾ മാത്രമാണ് ജയിക്കാൻ പറ്റിയത്. LDF-ന് മൊത്തം സ്ട്രൈക്ക് റേറ്റിനേക്കാൾ കുറവാണ് കേരള കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ നിലവിൽ 5 MLA-മാർ. ഈ 5 MLA-മാർക്കും അതത് മണ്ഡലങ്ങൾ കൊടുത്തേ മതിയാകൂ. ഒരിക്കലും അവരെ മാറ്റി നിർത്താനാവില്ല, സിറ്റിംഗ് MLA-മാരാണ്. ജോസഫ് ഗ്രൂപ്പിന് 2 MLA-മാർക്കും കൊടുത്തേ മതിയാകൂ. അപ്പോൾ 7. പക്ഷെ ഒരുമിച്ച് മത്സരിച്ച സീറ്റുകൾ നോക്കിയാൽ
12 അധികം 10 22 സീറ്റുകൾ കേരള കോൺഗ്രസിന് കൊടുക്കാനാവില്ല. ഈ രണ്ടും കൂടെ ചേർത്ത് UDF വന്നാൽ കൊടുക്കാനുള്ള നമ്പേഴ്സ് ഉണ്ടാവില്ല. പരമാവധി 15 സീറ്റോ വല്ലതും കൊടുക്കാൻ ആവുമായിരിക്കും. അത് സാധ്യമാവുമോ? അതുകൊണ്ട് നിലവിൽ 22 സീറ്റുകൾ കേരള കോൺഗ്രസുകൾക്കായി നീക്കിവെക്കാൻ UDF ആവില്ല. ഏറ്റവും പ്രധാന വിഷയം ജോസ് കെ മാണിക്ക് ഏത് സീറ്റ് കൊടുക്കും എന്നതാണ്. രാജ്യസഭയിലാണ്. സംസ്ഥാന നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പിതാവ് മന്ത്രിയായിരുന്നു ഏറെക്കാലം. മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു. മത്സരിക്കാൻ ഒരൊറ്റ സീറ്റേ ഉള്ളൂ, അത് പാലായാണ്. LDF നിന്നുകൊണ്ട് പാലായിൽ മത്സരിക്കാം, പക്ഷെ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ജയിച്ചാൽ തന്നെ മന്ത്രിയാകുമെന്ന് ഉറപ്പില്ല. LDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പില്ല. പക്ഷെ കേരള കോൺഗ്രസുകൾ കൂടി ഒരുമിച്ച്, എല്ലാ കേരള കോൺഗ്രസ് ഒരുമിച്ച് UDF എത്തിയാൽ ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് കേരള കോൺഗ്രസിന്, അല്ലെങ്കിൽ മാണി വിഭാഗത്തിന്. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടത് റോഷി അഗസ്റ്റിൻ അല്ലല്ലോ, തീർച്ചയായും ജോസ് കെ മാണി തന്നെയാണ്. പക്ഷെ പാലാ സീറ്റ് അൺഫോർച്ചുനേറ്റ്ലി UDF കൈവശമാണ്. അത് മാണി സി കാപ്പനാണ്. അങ്ങനെയെങ്കിൽ മാണി സി കാപ്പൻ മുൻപ് തന്നെ വെടിപൊട്ടിച്ചു, താൻ ആ സീറ്റിൽ നിന്ന് മാറിക്കൊടുക്കില്ല. അത് UDF സിറ്റിംഗ് സീറ്റാണ്, LDF അല്ല. ജോസ് കെ മാണി മത്സരിച്ചാൽ താനെതിരെ മത്സരിക്കും എന്ന് വരെ പറഞ്ഞു വെച്ചു. പക്ഷെ ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു ഫോർമുലയിൽ അപ്രതീക്ഷിതമായി ട്വിസ്റ്റ് ഉണ്ടാകുന്നു. മുസ്ലിം ലീഗ് കടന്നു വരുന്നു. മുസ്ലിം ലീഗാണ് പലപ്പോഴും മുന്നണിയുടെ ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം ഒരു ഉറപ്പ് കൊടുത്തു എന്നാണ് അനൗപചാരികമായി കേൾക്കുന്നത്. അത് മുസ്ലിം ലീഗിന് ഹോൾഡുള്ള മലപ്പുറം ജില്ലയിലെയോ കോഴിക്കോട് ജില്ലയിലെയോ ഒരു ഷുവർ സീറ്റ് മാണി സി കാപ്പന് കൊടുത്താൽ ഒരുപക്ഷെ വിജയ സാധ്യത എവിടെയുണ്ട്. പാലാ സീറ്റ് അപ്പോൾ ജോസ് കെ മാണിക്ക് UDF ലേബലിൽ മത്സരിക്കാൻ വിട്ടുകൊടുക്കുന്നു എന്നൊരു ധാരണ. അങ്ങനെയെങ്കിൽ ഉറപ്പായി ജയിക്കാൻ സാധിക്കും. പാലയിലെ കോൺഗ്രസ് വോട്ടും കേരള കോൺഗ്രസുകളുടെ വോട്ടും എല്ലാം ഉറപ്പായി ജയിച്ചു വരാൻ സാധിക്കും. 10,000 വോട്ടിന് ജയിച്ചു വരാൻ സാധിക്കും. അതാണ് ഫോർമുല. പക്ഷേ അത് തിരുവമ്പാടി സീറ്റ് ആവുമോ, അതോ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും, കോഴിക്കോടാണ് തിരുവമ്പാടി സീറ്റ്, അതോ മലപ്പുറം ജില്ലയിലെ സീറ്റ് ആവുമോ, അത് കൃത്യമായി ജയിക്കാൻ ഈ തെക്കുള്ള മാണി സി കാപ്പന് കഴിയുമോ? വലിയ ചോദ്യങ്ങളാണ്. ഇതെല്ലാമാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസുകൾ എല്ലാം തന്നെ UDF വരുന്ന ബാലകൃഷ്ണപിള്ള വിഭാഗം ഒഴിച്ച് മറ്റെല്ലാം UDF വരുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ UDF ഉറപ്പായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ നേട്ടം നിയമസഭയിൽ ആവർത്തിക്കാൻ ഒരു നിമിത്തമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ് ശ്രമിക്കണമെന്നാണ്. ജോസഫ് എന്തു പറഞ്ഞാലും ശരി, കട്ടക്ക് നിന്ന് പരമാവധി ഘടകകക്ഷികളെ കൊണ്ടുവരിക. അതാണ് VD സതീശൻ പറഞ്ഞ 100 സീറ്റുകൾ. ഇപ്പോഴാണ് പറയുന്നത് UDF+ എന്ന വാചകമാണ് സതീശൻ പറഞ്ഞത്. ഇത് വേറൊന്നും ചോദിച്ചോട്ടെ സാർ, ഈ ലീഗിന്റെ ഒരു താല്പര്യമാണ് ഇവിടെ പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം. ലീഗ് താല്പര്യപ്പെടുകയാണ് ജോസ് കെ മാണിയെ കൊണ്ടുവരണം UDF എന്നുള്ളത് സംബന്ധിച്ച്. അതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. കാരണം തങ്ങൾ മറ്റൊരു വിഭാഗത്തിനും എതിരല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി അവർ ഇതിന്റെ പിന്നിൽ. കാരണം ഈ 27 സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടും ജോസ് കെ മാണി വരികയാണെങ്കിൽ ഞങ്ങൾ അതിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട്. അതിലൊരു സാമുദായിക ധ്രുവീകരണം എന്ന ഒരു പഴി ഒഴിവാക്കാൻ മുസ്ലിം ലീഗിന് കിട്ടുന്ന ഒന്നാന്തരം അവസരമാണ്. ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ പാർട്ടികളും UDF നെടുംതൂണായി നിൽക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം കൺസോളിഡേഷൻ എന്ന അർത്ഥമില്ല. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ കൺസോളിഡേഷനും ഉത്തര കേരളത്തിലെ മലബാർ മേഖലയിലെ മുസ്ലിം കൺസോളിഡേഷനും എല്ലാം തന്നെ സ്വാഭാവികമായി ഭരണവിരുദ്ധതയുടെ ചിറകിലേറി UDF എത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ മാത്രം, ഇനി മുസ്ലിം ഭരണമാണ് വരാൻ പോകുന്നത്, അല്ല എങ്കിൽ ബാലൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോ അതുപോലെ SDPയോ ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന് പുറമേ പറയുമ്പോഴും അങ്ങനെ ഒരു പേരുദോഷം ഇനി പ്രസക്തമല്ല. അതുകൊണ്ടാണ് തങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന ഒരു ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കാര്യമായി വേരോട്ടമുള്ളൊരു പാർട്ടിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നാനാർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ മുസ്ലിം ലീഗ് എടുക്കുന്നത്. അതുമാത്രമല്ല, സോണിയാഗാന്ധിയുടെ ഒരു വലിയ ചിന്തയുണ്ട്. സംസ്ഥാന നേതാക്കൾക്ക് കഴിയാത്തത് ഹൈക്കമാൻഡിന് പലപ്പോഴും കഴിയും. കാരണം ഹൈക്കമാൻഡ് പറയുന്നത് ഒരു കാരണവശാലും ഭരണം കൈവിട്ട് ഇവിടെ കുട്ടികളിയുമായി നടന്ന് ഭരണം ഒരിക്കൽ കൂടി കൈവിട്ടു പോയാൽ പിന്നെ കോൺഗ്രസ് ഇല്ല, UDF സംവിധാനമില്ല. 3-ാം പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കുന്ന ഗതികേട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ UDF സംവിധാനം വിപുലമാക്കണം. ഇപ്പോൾ നിലവിൽ 5 കക്ഷികൾക്ക് മാത്രമേ UDF നിയമസഭാ സാമാജികരായി ഉള്ളൂ. LDF 11 കക്ഷികളാണുള്ളത്. അതുകൊണ്ട് UDF സാമൂഹിക അടിത്തറ വ്യാപിപ്പിക്കണം എന്നൊരു ചിന്തയുണ്ട്.
അപ്പോൾ എന്തായാലും UDF തങ്ങളുടെ നില ഭദ്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോരുത്തരെയായി തങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. മുന്നണി വിപുലീകരണം എന്നുള്ള വാക്ക് അവർ പാലിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ ഇനി ഈ കേരള കോൺഗ്രസ് രണ്ടായി പിളർന്നാൽ പോലും രണ്ട് പേർ എനിക്ക് തോന്നുന്നു ഉറച്ചു നിൽക്കും. രണ്ട് സിറ്റിംഗ് MLA മാർ ഉറച്ചു നിൽക്കും LDF-നൊപ്പം. അവർക്ക് ആ സീറ്റ് തന്നെ LDF കൊടുക്കുകയും ചെയ്യുമായിരിക്കണം. അവർക്ക് മത്സരിക്കാൻ മറ്റു സീറ്റുകളില്ല. റാന്നി MLA പ്രമോദ് നാരായണന് മത്സരിക്കാൻ മറ്റൊരു സീറ്റ് കൊടുക്കാനാവില്ല. അത് മാത്രമല്ല LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അതെ. അത് സ്വാഭാവികമായി ലഭിക്കണമെങ്കിൽ UDF-ൽ വന്നാൽ പ്രമോദ് നാരായണൻ അല്ല ഒന്നുകിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പോകും, അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിന് പോകും. അതുമല്ലെങ്കിൽ ഇപ്പോൾ മത്സരിച്ച കോൺഗ്രസിന് തന്നെ അത് പോകും. കോൺഗ്രസിന്റെ സീറ്റാണത്. അതെ. കോൺഗ്രസ് മത്സരിച്ചിരുന്ന സീറ്റാണ് റാന്നി. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാവണം. ഓക്കെ. രണ്ടാമത്തേത് നിലവിലെ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഇടുക്കി സീറ്റാണ്. ശരിയാണ്. ഇടുക്കി സീറ്റിൽ തീർച്ചയായും UDF-ൽ വന്നാൽ റോഷി അഗസ്റ്റിന് ആ സീറ്റ് മത്സരിക്കാൻ ലഭിക്കും, അത് ഉറപ്പാണ്. പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് ഒരുപക്ഷെ UDF വിജയിച്ചു വന്നാൽ റോഷി അഗസ്റ്റിൻ പരിഗണിക്കപ്പെടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു സാധാരണ MLA മാത്രമായിരിക്കും. ജോസ് കെ മാണി തന്നെയായിരിക്കും മാണി വിഭാഗത്തിന്റെ മന്ത്രി. അപ്പോൾ അവിടെ സ്വാഭാവികമായി ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുള്ള ആളിന് റോഷി അഗസ്റ്റിന് ഒരു പരിഭവം ഉണ്ടാകുക സ്വാഭാവികം. ഇതെല്ലാം സീറ്റുകൾ, അവരവരുടെ ഇരിപ്പിടങ്ങൾ, സിറ്റിംഗ് സീറ്റുകൾ, ഇതെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് രണ്ട് വിഭാഗത്തിലെയും, മാണി ജോസഫ് വിഭാഗത്തിലെ കേരള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ജോസഫിന്റെ എതിർപ്പിനൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. ഇവിടെ മാണി കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തന്നെ UDF തീരുമാനിക്കും. ജോസഫിന് കൂടെ നിൽക്കുന്ന ആരാണ്? മുൻകാലത്ത് മാണിയോടൊപ്പം ചേർന്ന് നിന്ന പല നേതാക്കളുമാണ് ജോസഫിനോടൊപ്പം ചേർന്ന് നിന്ന പലരുമാണ് ഇപ്പോൾ ജോസ് മാണിയോടൊപ്പം. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം കേരള കോൺഗ്രസിന് ഒരേ എന്താണ് അടിസ്ഥാനപരമായി എന്താണ് വ്യത്യാസം? കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് ജേക്കബും കേരള കോൺഗ്രസ് മാണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പേരിൽ ഒരു വാലിൽ മാത്രമാണ് വ്യത്യാസം. വേറൊന്നുമില്ല. ഉടൽ സെയിം ആണ്, മനസ്സ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. അല്ല, ഇതിപ്പോ ഒരു വശം ഇത് ഇത്തരത്തിൽ മുന്നണി വിപുലീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDF-ന് ഇരട്ട പ്രഹരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് മാണി കോൺഗ്രസ് UDF-ലേക്ക് പോകുന്നു. അതിനോടൊപ്പം തന്നെ മുൻ MLA ഐഷ പോറ്റി രാജിവെച്ചിരിക്കുന്നു. CPM-ൽ നിന്നും കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. വല്ലാത്തൊരു അടിയാണെന്ന് തോന്നുന്നു എനിക്ക് കൊട്ടാരക്കരയിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ശരിയായ പ്രയോഗമാണ്. ഇരട്ട പ്രഹരം തന്നെയാണ്. അത് പത്തിക്ക് അടി ഏൽക്കുന്നതിന് തുല്യമാണ്. കാരണം 2 പ്രാവശ്യം MLA ആയിരുന്ന, ജനകീയ മുഖമായിരുന്ന ഐഷ പോറ്റി കൊട്ടാരക്കരയുടെ ഒരു പ്രമുഖ മുഖമാണ്, അഭിഭാഷകയാണ്, ജനകീയ അടിത്തറയുള്ള ആളാണ്, സർവ്വസ്വീകാരിയാണ്, അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ലാത്ത ഒരു നേതൃത്വമാണ്. ഒരു കോൺഗ്രസിലേക്ക് വരികയാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു മത്സര രംഗത്ത് ഒരുപക്ഷെ ഐഷ പോറ്റി വന്നാൽ അത്ഭുതപ്പെടാനുമില്ല കൊട്ടാരക്കരയിൽ. അപ്പോൾ കാറ്റ് മാറി വീശുന്നതനുസരിച്ച് കൂടുതൽ നേതാക്കൾ ഇപ്പോൾ ചാനലുകളിലൊക്കെ ഈ അഭിപ്രായം പറഞ്ഞിരുന്ന റെജി ലൂക്കോസ് പോകുന്നത് മറ്റൊരു കൂടാരത്തിലേക്കാണ്. ആരും തന്നെ LDF-ൽ നിന്നും കാര്യമായി കോൺഗ്രസിൽ നിന്ന് ആരും തന്നെ LDF-ലേക്ക് പോകുന്നില്ല. പക്ഷേ CPM-ൽ നിന്നാണ് BJP-യിലേക്ക് പോകുന്നതും കോൺഗ്രസിലേക്ക് പോകുന്നതും നേതാക്കൾ. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഭരണമില്ല എന്ന് പലരും തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഏർലി സൂചനയാണ്. അതുകൊണ്ടാണ് CPM-നും ഭരണകൂടത്തിനും ഇരട്ട പ്രഹരം തന്നെയാണ്. അണികൾ വിട്ടുപോകുന്നു, നേതാക്കൾ വിട്ടുപോകുന്നു. അതുകൊണ്ട് ഭരണവിരുദ്ധത ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്നൊരു സൂചന ഇവിടെ പ്രബലമാണ്. യെസ്, എക്സാക്ട്ലി. അതിലൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, സംശയമല്ല, എൻ്റെ ഒരു അസംഷൻ, ഈ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ ഒരു പിടുത്തം നഷ്ടപ്പെടുകയാണ് LDF-ന് ഇതോടുകൂടി, മാണി കോൺഗ്രസ് UDF-ലേക്ക് പോയതിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഈ മാണി കോൺഗ്രസിനെ LDF-ലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഈ ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ 5 സീറ്റിൽ മാത്രമേ ജയിച്ചുള്ളൂ എങ്കിൽ പോലും അവരെ പരമാവധി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള പരിഗണനയും കൊടുത്തുകൊണ്ട് മുന്നണിയിൽ നിർത്തി മുന്നോട്ട് പോയതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ പരിഗണനയും കൊടുത്തു, അത് വസ്തുതാപരമാണ്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ പ്രാവശ്യത്തെ അല്ല, 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കോട്ടയം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ, കോൺഗ്രസും കേരള കോൺഗ്രസുകളുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കെ മാണിയുടെ ഗ്രൂപ്പിന് LDF-ലേക്ക് വരേണ്ടി വന്നത്. കെ മാണിക്കെതിരെ ബജറ്റ് അവതരണ വേളയിലൊക്കെ LDF-ന്റെ സാമാജികർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ് ലൈവായി. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മറന്നുകൊണ്ട് ജോസ് കെ മാണിക്ക് എങ്ങനെ LDF-നോട് സഹകരിക്കാനാവും എന്ന ഒരു ചോദ്യം അന്ന് ചോദിച്ചു. പക്ഷേ മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ് LDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തദ്ദേശത്തിൽ അവർ നേടിയത്. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കാവുന്ന പരമാവധി പരിഗണന 13 സീറ്റ് വെച്ച് നീട്ടി 12-ൽ മത്സരിച്ചു എന്ന് പറയുമ്പോൾ വലിയ പരിഗണനയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് LDF നൽകിയത്. സാധാരണ പറയും ഈ ഘടകകക്ഷികൾക്ക് ഡീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് CPM-നോട് എന്ന് പറയാറുണ്ട്.
പക്ഷേ ഇവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഇപ്പോഴാണെങ്കിലും അവർ അർഹിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ LDF കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ലയിൽ മാണി വിഭാഗത്തിന് നൽകി. അതുകൊണ്ട് എങ്ങനെയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും മാണി വിഭാഗത്തെ കൂടെ നിർത്തണം എന്നതായിരുന്നു LDFിന്റെ തന്ത്രം. കാരണം ശരിയാണ്, ക്രൈസ്തവ മേഖലയിൽ അരമനകളുടെ വാതിലുകൾ തുറക്കണമെങ്കിൽ CPMന്റെ കൂടി കണ്ടാൽ ഒരു പക്ഷേ തുറക്കില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസുകൾ ആ വാതായനങ്ങൾ തുറക്കാനുള്ള താക്കോലായി ഉപയോഗിച്ചിരുന്നു പരമ്പരാഗതമായി. അതിൽ ഒരു വിഭാഗമെങ്കിലും കൂടെ വേണം. അത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ LDFന് കോട്ടയം ജില്ല നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും വിജയിക്കുമെന്നാണ്. 5ഉം CPMന്റെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയാണ്. അതിൽ 5ഉം തന്നെ ഇടതുപക്ഷം നഷ്ടപ്പെടുമെന്ന രീതിയിൽ പൊതുവെ സംസാരമുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ചിത്രവും അത് തന്നെയാണ്. കോട്ടയം ജില്ലയിൽ ഉള്ള മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷവും UDFിലേക്ക് ചായുന്നു എന്ന പ്രതീതിയാണ് തദ്ദേശത്തിൻ്റെ ഫലം വ്യക്തമാക്കുന്നത്. ഇടുക്കിയിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മധ്യ കേരളം തീർച്ചയായിട്ടും ഓൾറെഡി എറണാകുളം ജില്ല കോൺഗ്രസിൻ്റെ തട്ടകമാണ്. അവിടെ മധ്യ കേരളത്തിൽ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങൾ ഇതെല്ലാം ചേർന്ന് മധ്യ കേരളം UDF പിടിമുറുക്കുന്നു. വടക്കൻ കേരളത്തിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ പിന്തുണയോടുകൂടി മലബാറിൽ UDF പിടിമുറുക്കുന്നു. പിന്നെ ആകെ അവശേഷിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ്. പിന്നെ കണ്ണൂര് ചുവന്ന കോട്ടകൾ. അത് മാത്രം കൊണ്ട് തൃശ്ശൂർ ഒരു പക്ഷേ LDF മെച്ചപ്പെട്ട പ്രകടനം തുടർന്നേക്കാം. അതുകൊണ്ട് മാത്രം കേരളം നിലനിർത്താൻ LDFന് കഴിയില്ല. മറ്റൊരു കാര്യം, ഇവിടെ സീറോ മലബാർ സഭയുടെ സേയും വളരെ പ്രസക്തമാണല്ലേ? സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാർ ഒരുമിച്ച് കൂടുന്ന സിനഡ്, അത് കാക്കനാട്, എറണാകുളം കാക്കനാട് വെച്ച് കൂടിയപ്പോൾ കഴിഞ്ഞ ആഴ്ച VD സതീശൻ അപ്രതീക്ഷിതമായി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നല്ല, ഏത് നേതാവാണെങ്കിലും അങ്ങനെ ബിഷപ്പുമാർ 19 ബിഷപ്പുമാർ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരു രാഷ്ട്രീയ നേതാവ് വന്നാൽ ഒരു സിംഗിൾ അരമനയുടെ വാതിൽ തുറക്കപ്പെടും. പക്ഷേ സിനഡിൻ്റെ വാതിലുകൾ തുറക്കപ്പെടാറില്ല. പക്ഷെ സിനഡ് ലോകം ഔപചാരികമായി കൂടുമ്പോഴല്ല എങ്കിലും അനൗപചാരികമായിട്ടെങ്കിലും ബിഷപ്പുമാർ UDFിൻ്റെ പ്രതിനിധി എന്ന നിലയിലാക്കണം, പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് ഇതിവൃത്തം രണ്ടു കൂട്ടരും പുറത്ത് പറയില്ല. VD സതീശനും പറയില്ല, ബിഷപ്പ് റാഫേൽ തട്ടിലും പറയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് ഇപ്പോൾ സംശയിക്കാൻ ന്യായമുണ്ട്. കാരണം കേരള കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശം, കേരള കോൺഗ്രസിനെ താങ്ങി നിർത്തുന്നത് ആശയപരമായിട്ട് അല്ലെങ്കിൽ പോലും താങ്ങി നിർത്തുന്നത് പലപ്പോഴും കത്തോലിക്ക സഭയാണ് എന്നതാണ് പരസ്യമായ രഹസ്യം. അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭയുടെ ഒരു ചിന്ത കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിൽ വന്നാൽ നല്ലതാവുമല്ലോ എന്നൊരു ചിന്ത ഇവിടെ കാണാം. അതൊരു പക്ഷേ VD സതീശനുമായി പങ്കുവച്ചിട്ടുണ്ടാകാം. VD സതീശനും സഭാ നേതാക്കളുടെ അനുഗ്രഹാശംസകൾ, UDF സംവിധാനം പ്രവർത്തിക്കുന്ന അങ്ങനെയാണല്ലോ, ജാതിമത സാമുദായിക സംഘടനകളുടെ നേതാക്കളുമായി നിരന്തരം ആശയവിനിമയത്തിലൂടെ കെട്ടിപ്പടുക്കുന്ന ഒരു ഗ്രാൻഡ് കോലീഷൻ, അല്ലാതെ അല്ലാത്തൊരു അടിത്തറയല്ലല്ലോ. പാർട്ടിയുടെ മാത്രം ബലത്തിലോ കേഡറിൻ്റെ ബലത്തിലോ അല്ല UDF പലപ്പോഴും ജയിച്ചു വരുന്നത്. സാമുദായിക സംഘടനകളുടെ ഒക്കെ പിൻബലം, ഒരു ഗുഡ്വിൽ എന്നുള്ള നിലയിൽ UDFിനെ കാലത്ത് ലഭിച്ചിരുന്നു. അത് കൂടുതലായി ലഭിക്കും എന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ട് UDFിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് ഈ അവസരത്തിൽ. പക്ഷേ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ UDFിനെ തോൽപ്പിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം UDFിൽ ഉണ്ടായേക്കാവുന്ന തർക്കങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്ന തോന്നുന്നു. കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കുറേയേറെ പുകിൽ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. തൃശ്ശൂരാണെങ്കിൽ തന്നെയും കൊച്ചിയിലാണെങ്കിൽ തന്നെയും അതുണ്ടായിരുന്നു. അത് മറ്റു പല സ്ഥലത്തും ഉയർന്നു കേൾക്കാൻ സാധ്യതയുണ്ടാകില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം. ഈ സാമുദായിക സംഘടനകൾ, അത് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരാണെങ്കിൽ തന്നെയും ലീഗിൻ്റെ നേതൃത്വമാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ലീഗാണെങ്കിൽ തന്നെയും സമ്മർദ്ദം കോൺഗ്രസിന് മേൽ ശക്തമായി ചെലുത്താനുള്ള സാധ്യതകളുണ്ട്. കോൺഗ്രസ് നേതൃത്വം വിൽ ബി ഇൻ എ വെരി ബിഗ് എന്താണ്, ഒരു ചില അവസരങ്ങളിൽ ചിലപ്പോൾ ഒരു ഡൈലമയിൽ പോലുമാണോ എന്ന് അവർക്ക് സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ചരിത്രപരമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ലീഗിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും ഒക്കെ സമ്മർദ്ദം താങ്ങാനാവാത്ത ഒരു സമയത്ത് സഹികെട്ട് AK ആന്റണി ഒരിക്കൽ ഇക്കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് ഒരു 2 പതിറ്റാണ്ട് മുൻപാണ്. അപ്പോൾ ഇവിടെ സമ്മർദ്ദമുണ്ട്. തീർച്ചയായും ന്യൂനപക്ഷ സമുദായ സംഘടനകളുടെയും സമുദായത്തിൻ്റെ തന്നെയും, സമുദായത്തിൻ്റെ ബിഷപ്പുമാരുടെ ആകട്ടെ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുടെ ആകട്ടെ ഒക്കെ സമ്മർദ്ദമുണ്ട്. സമുദായങ്ങളുടെ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടികൾ, മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസുകളാണെങ്കിലും അവിടെയൊക്കെ സമ്മർദ്ദമുണ്ട്. ഈ എക്കാലത്തും ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ഒരു കൊഹേസീവ് ഫോഴ്സായ കോൺഗ്രസ്, അച്ചുതണ്ട് ശക്തി കോൺഗ്രസ് ആണല്ലോ. പക്ഷെ അച്ചുതണ്ട് ശക്തി എത്രത്തോളം ദൃഢമാണെന്നതാണ് വിഷയം. ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ ഉന്നത നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ തൽക്കാലത്തേക്കെങ്കിലും സാധ്യമായിരിക്കുന്നു. അതാണ് വയനാട് കൺക്ലൂഡ് ചെയ്ത ഒരു സുൽത്താൻ ബത്തേരി സമ്മേളനത്തിൽ വന്നത്. ത്രീ ലീഡേഴ്സ് അല്ലേ, KC വേണുഗോപാൽ എന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, കോൺഗ്രസ് സംഘടനാകാര്യ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ,
അതുപോലെ എക്കാലത്തെയും ഒരു തിളങ്ങുന്ന കോൺഗ്രസ് വ്യക്തിത്വമായ രമേശ് ചെന്നിത്തലയും 3 പേരും ഒരുമിച്ച് നിന്ന് തങ്ങളിൽ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുകൊണ്ട് തങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ഔട്ട് ചെയ്യില്ല എന്നൊരു ദൃഢനിശ്ചയം പൊതുവെ എടുത്തു പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ. പക്ഷെ താഴെത്തട്ടിൽ ഈ ഐക്യം ഉണ്ടാകണമെന്നില്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞു. ഇപ്പോൾ ആ പരമ്പരാഗതമായ AI ഗ്രൂപ്പുകളോ തിരുത്തൽവാദി ഗ്രൂപ്പോ മൂന്നാം ഗ്രൂപ്പോ ഒന്നും തന്നെ കോൺഗ്രസിൽ പ്രബലമല്ല. ഈ നേതാക്കൾക്കെല്ലാം തന്നെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറിയും മറിഞ്ഞുമൊക്കെ തന്നെയാണ് ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നു. യങ് ടർക്കുകൾ, പിന്നെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ജനകീയ അടിത്തറയുള്ള നേതാക്കൾ വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കടന്നു വന്നൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹം അകാലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവം കോൺഗ്രസിനുള്ളിൽ പൊലിയുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പാണ് ഇവിടെ UDFിൻ്റെ വിജയത്തിൻ്റെ പ്രധാന അടിസ്ഥാനം. ആ കെട്ടുറപ്പ് ശരാശരി കെട്ടുറപ്പെങ്കിലും ഉണ്ട് എങ്കിൽ ഭരണവിരുദ്ധതയുടെ ചിറകിലേറി 46% വരുന്ന കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വലിയ കൺസോളിഡേഷൻ്റെ സഹായത്തോടുകൂടി ഭൂരിപക്ഷ സമുദായത്തിലെ പരമ്പരാഗതമായ UDF വോട്ടുകൾ മാത്രം ലഭിച്ചുകൊണ്ട് ശരാശരി സംഘടനാ സഹായത്തോടുകൂടി ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ട്, പ്രൊവൈഡഡ് Kerala Congress comes into the bandwagon and provided RJD also comes. RJDയുടെ കാര്യവും ഇപ്പോൾ കയ്യാലപ്പുറത്താണ്. RJDക്ക് മത്സരിക്കാൻ എത്ര സീറ്റുകൾ ഇടതുപക്ഷം കൊടുത്താലും ശരി, വിജയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ UDF ആണ് മെച്ചം എന്ന് ചിന്തിക്കുന്നവർ RJDക്കുള്ളിലുണ്ട്. അപ്പൊ ജനതാദളുകൾ രണ്ടുണ്ട്, രണ്ടും കൂടെ ഒറ്റ വള്ളത്തിൽ പോകുമോ? ഈ 2 ജനതാദളിലും കൂടെ ഒരുമിച്ച് പോകാനാവുമോ? ഇപ്പൊ പുതിയതായി നാമകരണം ചെയ്യപ്പെട്ട ജനതാദൾ S ഇപ്പോൾ കേരള പാർട്ടിയായിട്ട് മാറി. അതും RJD, അത് ബീഹാറിലെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിയും ഒരുമിച്ച് പോകാനാവുമോ? രണ്ടും 2 മുന്നണിയിലല്ലേ പറ്റൂ. അങ്ങനെയെങ്കിൽ വിജയിക്കുന്ന മുന്നണി UDF ആണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന ചിന്ത ഒരു മന്ത്രിയാണ്. 2 MLA-മാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മന്ത്രിയാണ്. ഇതെല്ലാം തന്നെ പ്രായോഗിക പരിഗണനകളാണ്. പ്രത്യയശാസ്ത്രമൊന്നുമല്ല ഇവിടെ വിഷയം, പ്രായോഗിക പരിഗണനകൾ തന്നെയാണ്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പല ചർച്ചകളുടെയും കൺക്ലൂഡിംഗ് പാർട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് സംഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് LDFന് ഇരട്ട പ്രഹരമാണ് കിട്ടിയിരിക്കുന്നത്. ഐഷ പോറ്റി ഒരു വശത്ത് പാർട്ടിയിൽ നിന്നും പോയി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞിരുന്ന, ആവർത്തിച്ചിരുന്ന ജോസ് കെ മാണിയും മറുവശത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ വാർത്തകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് ജോസ് കെ മാണി വിഭാഗം എങ്ങനെയായിരിക്കും പിളരുക എന്നുള്ളത് തന്നെയാണ്. ഇനി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യപ്പെടും, ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്ര, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെയൊക്കെ തന്നെ കണക്കെടുപ്പുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും. എങ്കിലും ഇവിടെ അഡ്വാൻറ്റേജ് UDF ആണ് ഈ നീക്കങ്ങളിലൂടെ അവർ നേടിയിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 പക്ഷികളാണ് അവർ വെടിവെച്ചിട്ടിരിക്കുന്നത്. 1 CPM-ലെ ഒരു നേതാവിനെ കൊണ്ടുവന്നിരിക്കുന്നു, 2 മുന്നണി വിപുലീകരിച്ചിരിക്കുന്നു, 3 ലീഗിൻ്റെ പേരിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോപണം പാർഷ്യലിയെങ്കിലും മായ്ച്ചു കളയാൻ സാധിക്കുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മുന്നണി സംവിധാനമായി, കെട്ടുറപ്പുള്ള ഒരു സംവിധാനമായി തങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ജനങ്ങളോട് പറയുവാൻ അവർക്കൊരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ നീക്കുപോക്കുകളിലൂടെ. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.